യേശുവിന്റെ നാമത്തിലെ യേശുവല്ലാതെ എനിക്കൊരു ദൈവമില്ല. എന്റെ യേശുവല്ലാതെ എനിക്കൊരു രക്ഷയില്ല. പരിശുദ്ധ പിതാവേ, നീയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷയില്ല. നീയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. നീ എൻ്റെ ജീവിതത്തിൽ ഇതാ സമൃദ്ധിയെയും സന്തോഷത്തെയും തരുന്നതിനായി സ്തോത്രം. നമുക്കെല്ലാ പേർക്കും എണീച്ചു നിൽക്കാം. യേശു എൻ്റെ രക്ഷകനായിട്ടോ എന്നെ വിടുവിക്കുന്നവനായിട്ടോ ഇപ്പോഴെൻ്റെ അടുക്കലുണ്ടോ. എൻ്റെ ജീവിതത്തിലെ സകല ദോഷത്തെയും ശാപത്തെയും അവനിതാ മാറ്റുന്നു. ആമേൻ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ മാറ്റുന്നവൻ. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. ഹല്ലേലൂയ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാൻ ഏകനല്ല.
യേശുവിൻ കരങ്ങളിലാ, വീഴുന്നതു തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ആടുകൾ കടന്നിടുമ്പോ പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ മേൽ നിന്റെ അഭിഷേക ശക്തി കൊണ്ട് നീ നിറയ്ക്കുന്നതിനായി സ്തോത്രം. സകല ദോഷങ്ങളുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും നിന്റെ രക്ഷയെ നീ അയക്കുകയും ഇപ്പോൾ നീ ശക്തീകരിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സുഖലർക്കും ഇരിക്കാം. വിശുദ്ധ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ നമുക്കൊന്ന് കൊണ്ടുചെല്ലാം. 7-ാം വാക്യത്തിൽ, യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ സകല ആശകളും നഷ്ടപ്പെട്ടു പോയതായ നാം ഓരോരുത്തരും ആമേൻ, മുൻപോട്ടുള്ള ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നിപ്പോകുന്നതായ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, ഈ ജീവിതം എന്തിനാ, ആമേൻ, മരണമല്ലേ നല്ലതെന്ന് തോന്നിപ്പോകുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ആമേൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ യേശു കർത്താവ് ഇപ്പോൾ ശോധന ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവേ, നീ എഴുന്നേൽക്കണമേ അപ്പാ. ഞാൻ ഇത്ര നാളുകൾ ഞാൻ നിന്നെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്റെ പ്രാർത്ഥന പലപ്പോഴും എന്റെ ഉള്ളിൽ തന്നെ വേദനയുണ്ടാക്കുന്ന രീതിയിലായി മാറ്റപ്പെട്ടിരിക്കുന്നു. പിതാവേ, ഞാൻ നിലവിളിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കാത്തവനെ പോലെ നീയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്ന
യേശു ഇപ്പോൾ നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ പ്രാർത്ഥനകളെ കേൾക്കും. ഇതുവരെ നമ്മൾ നിലവിളിച്ചതുപോലെയല്ല ഈ രാത്രിയിൽ ദൈവത്തോടുകൂടെ നമ്മൾ നിലവിളിക്കുന്നത്. എന്നെ ശക്തീകരിക്കുന്നവൻ ശക്തനാകുകൊണ്ട് അവന്റെ കരം എന്നെ ശക്തീകരിക്കുകയും എന്നെ അവൻ ബലപ്പെടുത്തുകയും ചെയ്യുകയാൽ ഞാൻ ഇനി ഒരു സ്ഥലത്തും തളരുകയില്ല. വിശുദ്ധ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ നീ എഴുന്നേൽക്കണമേ. ആമേൻ. ആശ്രയം നഷ്ടപ്പെട്ടു പോയതായ ഒരു ജനത്തിന്റെ നിലവിളി. ആമേൻ. നമ്മൾ ഇന്ന് ആശ്രയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരിൽ നിന്നും എനിക്കൊരാശ്രയം കിട്ടും? അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, എന്റെ ആശ്രയം എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരു വള്ളിച്ചെടിക്ക് ബലമുള്ളതായ ഒരു വൃക്ഷത്തിന്റെ ആമേൻ ആശ്രയം അത്യാവശ്യമാണ്. ഒരു വള്ളിച്ചെടി ആമേൻ ബലമുള്ളതായ ഒരു വൃക്ഷത്തിന്റെ മേൽ പടരുവാൻ തുടങ്ങുമ്പോൾ ഏത് കാറ്റുകൾ അടിക്കട്ടെ, ഏത് കോളുകൾ കടന്നു വരട്ടെ, ഈ വള്ളിച്ചെടി അതിൽ നിന്ന് ഉതിർന്ന് താഴത്തേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആശ്രയം വയ്ക്കാറുണ്ട്, മനുഷ്യനിൽ ആശ്രയം വയ്ക്കാറുണ്ട്. അത് വ്യർത്ഥം. വള്ളിച്ചെടി പലപ്പോഴും ഉറപ്പും ആമേൻ ദൃഢതയുമില്ലാത്തതായ ചില വൃക്ഷത്തിന്റെ മേൽ പടരാറുണ്ട്. അത് ചില കാറ്റുകൾ കോളുകൾ വന്നടിക്കുമ്പോൾ ആ വൃക്ഷത്തോടുകൂടെ തന്നെ വള്ളിച്ചെടിയും തറയിലത്തേക്ക് മാറ്റപ്പെടും. അതുപോലെ നമ്മൾ മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നു എങ്കിൽ ആ മനുഷ്യനിൽ നിന്നും ആശ്രയം നഷ്ടപ്പെട്ട് നമ്മൾ കണ്ണുനീരിലേക്ക് പോകും. പക്ഷേ അടിയുറച്ച വേരും ദൃഢതയുള്ളതായ ഒരു വൃക്ഷത്തിന്റെ മേലാണ് ആ വള്ളിച്ചെടി വളരുന്നത് എങ്കിൽ ഏത് കാറ്റുകളും കോളുകൾ കടന്നു വന്നിരുന്നാലും ശരി, ആ വള്ളിച്ചെടി താഴത്തേക്ക് പോകാതെ ഉറച്ചിരിക്കുന്നത് പോലെ എന്റെ ആശ്രയം യേശുവിലാകൊണ്ട് ഞാൻ ഇനി തളർന്നു പോകത്തില്ല, വീണു പോകത്തില്ല. കർത്താവിനോട് പറയുന്നു, പിതാവേ ഞാനിതാ നശിച്ചു പോകുന്നു, നീ എഴുന്നേൽക്കണമേ, എന്റെ ശത്രുക്കളെ ആമേൻ നീ സംഗ്രഹിച്ചു കളയണമേ. ആമേൻ. എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ച അവിടെ നിന്ന് എന്നെ വീണ്ടെടുക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. ആശ്രയം യേശുവിലാകുന്നു, ആശ്രയം യേശുവിലാകുന്നു. എന്റെ രക്ഷ ആ കർത്താവിൽ നിന്നായിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ രക്ഷ ആ കർത്താവിലാകുമ്പോഴത്തേക്കും ക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കളുടെ മേൽ ബലഹീനതയായി കടന്നു വരുന്ന സകല ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവൻ നമ്മെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളയുന്നു. ഹല്ലേലൂയ. എന്റെ മുൻപിൽ എന്നെ നശിപ്പിക്കുവാൻ വരുന്ന, എന്നെ വേദനിപ്പിക്കുവാൻ വരുന്ന സകല ശക്തികളും ഇതാ നശിച്ചു പോകുന്നു. എന്റെ മുൻപിൽ എന്നെ നശിപ്പിക്കുവാൻ വരുന്ന സകല ശക്തികളും എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. ഇനി എന്നെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും ഇനി കഴിയത്തില്ല. യേശു എന്റെ രക്ഷകനായി എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇനി ഭാരപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഇനി ഭാരപ്പെടുകയില്ല. ഒന്നിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. യേശു എന്റെ രക്ഷകൻ, അവൻ എന്നെ ശക്തീകരിക്കുന്നു,
അവൻ എന്നെ ബലപ്പെടുത്തുന്നു. ശത്രുവിന്റെ മുൻപിൽ എനിക്ക് വിജയമൊരുക്കുകയും എന്നെ എതിർക്കുന്നതായ ശത്രുക്കളുടെ ചെകിട്ടത്തവൻ അടിക്കുകയും ആമേൻ ദുഷ്ടന്മാരുടെ പല്ല് എന്നെ വേദനിപ്പിക്കുന്നവരാകുന്ന വ്യക്തികൾക്ക് വരുന്നതായ അനർത്ഥം ആമേൻ നീ കണ്ട ആമേൻ അവർ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ കടന്നു വരട്ടെ. ഹല്ലേലൂയ. നിന്നെ എതിർക്കുന്ന ശക്തികളെല്ലാം ചിഹ്ന ഭിന്നമാകുകയും നിന്നെ എതിർക്കുന്നതായ ദോഷങ്ങൾ നിന്റെ മേൽ ആമേൻ കടന്നു വരാതെ വണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ശക്തിയായി നിൽക്കും. ഹല്ലേലൂയ. തമിഴ്നാട്ടിൽ അതിപ്രശസ്തനായ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പേര് ഡൊട്ടണ്ണ എന്നാണ് അതിപ്രസിദ്ധനായ മന്ത്രവാദിയുടെ പേര്. എവിടെയെല്ലാം ആരാധന നടക്കുന്നുവോ അവിടെയെല്ലാം ചെന്ന് വഴക്കുണ്ടാക്കുക പുള്ളിക്കാരന്റെ പതിവാണ്. പുള്ളിക്കാരന് ഒരു ചിന്തയുണ്ട്, എന്റെ മുൻപിൽ ഇരിക്കുന്നതായ ഉഗ്രശക്തിയുള്ള ഈ മന്ത്രവാദ ശക്തിയുടെ മുൻപിൽ ഒന്നിനും എന്റെ മുൻപിൽ കടന്നു വരാൻ പറ്റത്തില്ല. ഈ ഡൊട്ടണ്ണ ഈ തെരുവോരങ്ങളിൽ അന്ന് ആരാധന ഈ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന വ്യക്തികളുണ്ട്. അവർ പ്രസംഗിക്കുന്ന സമയത്തില് പുള്ളിക്കാരന്റെ കയ്യിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ പാമ്പുകളെ ആ സ്ഥലത്തേക്ക് ഇറക്കി വിടും. അപ്പോൾ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ജനം ഇറങ്ങി ഓടുന്നത് കാണുവാൻ അവർക്ക് ഭയങ്കര രസമാണ് പുള്ളിക്കാരന്. ഹല്ലേലൂയ. പുള്ളിക്കാരന് ഭയങ്കര രസം. ഇത് കണ്ട് രസിക്കുകയും ആരെങ്കിലും എതിർക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്കെതിരായി മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്ത് അവന്റെ നാവടപ്പിക്കുകയും ചെയ്യുന്നത് പുള്ളിക്കാരന്റെ ഒരു വിനോദമായി മാറ്റപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. പിന്നത്തത്തിലേക്ക് വരുമ്പോൾ എവിടെയെല്ലാം ആ ഡൊട്ടണ്ണ എന്ന് പറയുന്ന മന്ത്രവാദി ക്രിസ്ത്യാനികളെ വിരട്ടി ഓടിച്ചുവോ ആ തെരുവുകളിൽ നിന്ന് പ്രസംഗിച്ചു എന്നാണ്. ഹല്ലേലൂയ. തമിഴ്നാട്ടിൽ അറിയപ്പെട്ടു വരുന്ന അതിപ്രശസ്തനായ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ കൂടെയാണ് ഇപ്പോൾ ഡൊട്ടണ്ണ എന്ന് പറയുന്ന അയാളുടെ പേര് മാറ്റിയിട്ടില്ല. ഇന്നും അത് തന്നെയാണ് ആമേൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മെ എതിർക്കുന്നതായ ശക്തികളെല്ലാം നമ്മെ വിട്ട് ചിന്നാഭിന്നമാകും. നമ്മെ എതിർക്കുന്നതായ മാനുഷിക ശക്തികളെല്ലാം യേശുവിനെ ആരാധിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിനെ ആരെല്ലാം നിന്ദിക്കുന്നുവോ പരിഹസിക്കുന്നുവോ അവരെല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആത്മാർത്ഥമായി നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുവാനുമായി പോകുന്നു. അതാണ് പറയുന്നത്, എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തവൻ അടിക്കും, അവരുടെ അണപ്പല്ല് എന്താ നമുക്കെതിരായി ഇപ്പോൾ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നതായ അണപ്പല്ലിനെ അവൻ തകർത്തു കളയുകയും ആമേൻ ആ സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നും എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടെടുക്കുന്ന രക്ഷയെ അവൻ ഇത് അയച്ചു തരുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നെ വീണ്ടെടുക്കുന്നു. യേശു കർത്താവ് എന്നെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നു. ആമേൻ. ഒരുപക്ഷെ നമ്മൾ പാരമ്പര്യത്തോടുകൂടെ ക്രിസ്ത്യാനിത്വം പറഞ്ഞിരുന്നതായ നമ്മെ ഇതുവരെയും യേശു കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം ക്രിസ്തുവിന്റെ വചനത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാതെയും യേശുവിന്റെ നാമത്തിൽ അടിയുറച്ച ആ ക്രിസ്തുവിനെ സാക്ഷിക്കാതെയും ഇരുന്നപ്പോൾ വെറും നാമനേയ ക്രിസ്ത്യാനികളായി നമ്മൾ ഇരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അവന്റെ രക്തം എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴുക്കിയതെന്നും അവന്റെ രക്ഷ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയപ്പെടുമ്പോൾ ഒരു ശാപശക്തി ബന്ധനം ഇനി എന്റെ മുൻപിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ശാപശക്തിയും എന്റെ മുൻപിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. 6-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊരു ക്രിസ്ത്യാനിയുടെ വാക്കാണ്. നമുക്ക് ചുറ്റും ആരൊക്കെ ശത്രുവായി എഴുന്നേൽക്കട്ടെ, കാരണം നമ്മൾ ഭയപ്പെടേണ്ട. നമ്മെ ഒരുവൻ വേദനിപ്പിക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതവും കുടുംബവും വേദനയിലായി തീരും. മാറ്റമില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവൻ മാറ്റപ്പെട്ടേക്കാം.
പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു 7 തലമുറകൾ അവന്റെ ശാപം ആമേൻ അവനെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ ആമേൻ. ഒറീസയിൽ സുവിശേഷത്തിനായി കടന്നുപോയതായ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസ് ആ ഒറീസ പട്ടണത്തിൽ ചെല്ലുകയും കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തപ്പോൾ, അവർക്ക് വേണ്ടി ഒരു അനാഥാലയം തുറക്കപ്പെട്ടപ്പോൾ, അവിടെ അനേക രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അനേക ആമേൻ ക്രിസ്തു വിരോധികൾ വന്ന് പറഞ്ഞു, നിന്റെ സേവനം നിർത്തിക്കൊള്ളണം. ആമേൻ. ഗ്രഹാം സ്റ്റെയിൻസ് അവിടെ സുവിശേഷമല്ല ചെയ്തത്, സകലരും ഒതുക്കി നിർത്തിയതായ ഒരു കൂട്ടം ജനതയെ ശുശ്രൂഷിക്കുകയും ആമേൻ അയാളുടെ അനാഥാലയത്തിൽ കൂട്ടിവരുത്തുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം ക്രിസ്തു വിരോധികൾ എതിർത്തു. കുഷ്ഠരോഗികൾ ആമേൻ കൈയുണ്ട്, വിരലുകളില്ല. കാലുണ്ട്, കാൽ വിരലുകളില്ല. കണ്ണുണ്ട്, കൺപോളകൾ നഷ്ടപ്പെട്ടുപോയി. ചെവിയുണ്ട്, ചെവിയുടെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടുപോയി. ജീവിച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡത്തെ പോലെ അവർ ജീവന് വേണ്ടി അവിടെ തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തതായ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഗ്രഹാം സ്റ്റെയിൻസിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ജനത എഴുന്നേറ്റു. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസ് തന്റെ വാഹനത്തിലാണ് കിടന്നുറങ്ങുക. ഇത് മനസ്സിലാക്കിയതായ ക്രിസ്തു വിരോധികൾ വറ്റോൽ കൊണ്ടുവന്ന് ഈ വാഹനത്തിന് ചുറ്റും മൂടി. അതിന് മുകളിൽ മണ്ണെണ്ണ ഒഴിച്ചു, പെട്രോൾ ഒഴിച്ചു. പെട്രോൾ ഒഴിച്ചിട്ട് അതിന് തീ കൊളുത്തി. അവർ വിചാരിച്ചത് ഗ്രഹാം സ്റ്റെയിൻസ് മാത്രമാണ് അതിനകത്തുള്ളത്. ഇല്ല, ഫിലിപ്പും തിമോത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസിന്റെ 2 മക്കൾ കൂടെ അതിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൽ തീ കൊളുത്തുമ്പോൾ 2 മക്കളും അലറി വിളിച്ചു, പപ്പാ, ഞങ്ങളുടെ ശരീരം വേദനിക്കുന്നു. ആമേൻ. ആ എരിയുന്ന തീയുടെ നടുവിൽ ഗ്രഹാം സ്റ്റെയിൻസ് പറഞ്ഞതാണ്, മക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്ത മക്കളെ പഠിപ്പിച്ചതായ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാമെന്ന് അവർ പാടി. വേഗത്തിൽ ഞാൻ കർത്താവിനെ കാണും, വേഗവേഗത്തിൽ ഞാൻ കർത്താവിനെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പാടുമ്പോഴും തങ്ങളെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഡോറ് തുറന്ന് ഗ്രഹാം സ്റ്റെയിൻസ് മക്കളെയും കൊണ്ട് പുറത്തേക്ക് വരുവാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നീളമുള്ള ഒരു വടി കൊണ്ട് ആ വണ്ടിയുടെ ഡോറിനെ കുത്തിയടയ്ക്കുന്നു. ആമേൻ. തീയാളിക്കത്തുമ്പോഴും അതിനകത്ത് പാട്ടുയർന്നുകൊണ്ടേയിരുന്നു. വേഗവേഗത്തിൽ ഞാൻ കർത്താവിനെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പും തിമോത്തിയും ഗ്രഹാം സ്റ്റെയിൻസും ആ ജീപ്പിനകത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ, ഹല്ലേലൂയ, അവരെ തീ വെച്ച് കൊളുത്തി കൊന്നതായ വ്യക്തികളെ പിടിച്ച ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ആമേൻ അവർ പറഞ്ഞതാണ്, എനിക്ക് ഈ വ്യക്തികളോട് ഒരു വിരോധവും ഇല്ല. നോക്കുക, സ്വന്തം ഭർത്താവിനെയും 2 മക്കളെയും കൊന്നതായ വ്യക്തികളോടുകൂടെ ക്ഷമിക്കുവാൻ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ആമേൻ ദൈവസന്നിധിയിൽ അവിടെ നൽകിയപ്പോൾ പിന്നെ ഉണ്ടാകുന്നത്, ഒറീസ പട്ടണം ജലം കൊണ്ട് നിറയുന്നു. ഒറീസയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററുകൾ ദൂരമുള്ളതായ കടലിൽ കടൽക്ഷോഭമുണ്ടാകുകയും ആ ജലം ഒറീസ പട്ടണത്തെ മുഴുവനും ജലത്തിന്റെ നടുവിലാക്കി. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ വെന്തു ഒരുപോലെ ചത്തൊടുങ്ങി. അവരെ ദഹിപ്പിക്കുവാൻ പോലും കഴിയാതിരുന്നപ്പോൾ ജലത്തിന്റെ മുകളിൽ മരങ്ങൾ വെട്ടിയടുക്കി ചെളി വാരിപ്പൂശി മനുഷ്യന്റെ ശരീരവും മൃഗങ്ങളുടെ ശരീരവും പക്ഷികളുടെ ശരീരവും ഒരുമിച്ച് കൂട്ടിയിട്ടു. അതിന്റെ മുകളിൽ വറ്റോലിട്ടു. അതിന്റെ മുകളിൽ പെട്രോൾ ഒഴിച്ച് ആ ജഡങ്ങളെ കത്തിക്കുവാനിടയായി. അന്ന്
ഉറീസ പട്ടണത്തിലെ ദേശാധിപതി പറഞ്ഞു, ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊന്നതിന്റെ ദൈവകോപമത്രേ ഈ ഉറീസ പട്ടണത്തിനുണ്ടായത് എന്ന്. ഹല്ലേലൂയ, ആമേൻ. നമ്മെ വേദനിപ്പിക്കുന്നവരെ ക്ഷമിക്കുവാൻ നമുക്ക് മനസ്സുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ആ തലമുറകൾക്ക് വരുന്ന അനർത്ഥം നാശകൂപമായി മാറ്റപ്പെടുന്നു. യഥാർത്ഥ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ക്ഷമിക്കുന്നവനും സഹിക്കുന്നവനും ആയി മാറ്റപ്പെടും. ഇന്ന് ഉറീസ പട്ടണം മുഴുവനും ക്രിസ്തുവിനെ അറിയാത്ത ഒരു ജനത പോലുമില്ല. ആമേൻ. യേശുവിനെ ആമേൻ സാക്ഷിക്കുവാൻ വന്നതായ ഒരു വ്യക്തിയെ മൃഗീയമായി കൊന്നപ്പോൾ അവരോടുകൂടെ ക്ഷമിക്കുവാൻ മനസ്സു കാണിച്ചതായ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ, ഒരു കുഞ്ഞ്, ആമേൻ, ആ ഉറീസ പട്ടണം മുഴുവനും യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത് പോലെ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മക്കളോട് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ യേശു അവരെ തൊടും. ആമേൻ. യേശു അവരെ തൊടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ എന്നെ രക്ഷിക്കും. എനിക്ക് വിരോധമായി ആമേൻ പാളയമിറങ്ങിയിരിക്കുന്നവരുടെ ചുറ്റും അവന്റെ ശക്തി വെളിപ്പെടുകയും ആമേൻ 1000 ദൂതഗണങ്ങൾ എനിക്ക് ചുറ്റും കാവലായി നിൽക്കുമ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. യേശു എന്റെ രക്ഷകൻ, യേശു എന്റെ രക്ഷകൻ. ആ യേശു എന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എനിക്ക് വിരോധമായി ഇനി ഒരു ശക്തികളുമില്ല, എനിക്ക് ദോഷമായി ഇനി ഒരു ശക്തികളുമില്ല. യഹോവ ആ ദൈവം, അവന്റെ വിശുദ്ധ ജാതികളായി നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആമേൻ നമ്മുടെ ഈ കരങ്ങളെ അടിച്ച് ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ച ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം.
വ്യാപരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കടന്നു വരുന്നു. ആത്മാക്കൾ അടിയുന്നു. Why would I? The name of Jesus. Why would I? The Holy Spirit. Why would I? മുൻപിൽ വാ യേശുവിന്റെ നാമത്തിൽ. Why would I? Why would I? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാ. Why would I? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാമത്തിൽ ദോഷവും ശാപവും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. ദോഷവും ശാപവും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. ശാപബന്ധനങ്ങൾ ഇത് അഴിഞ്ഞു മാറുന്നു. ശാപബന്ധനങ്ങൾ ഇത് അഴിഞ്ഞു മാറുന്നു. The Holy Spirit. ആമേൻ. ശാപശക്തികൾ മുൻപിൽ വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ മുൻപിൽ വരട്ടെ. വാ മുൻപിൽ. The name of Jesus. The name of Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ആമേൻ. നിന്റെ മേലിരിക്കുന്ന ബന്ധനങ്ങൾ ഇത് അഴിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെ മേലിരിക്കുന്ന ബന്ധനങ്ങൾ ഇത് അഴിയപ്പെടുന്നു. നമ്മുടെ ഓരോരുത്തരുടെ മേലിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയപ്പെടുന്നു. ശാപം കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. ഗദനദേശത്തിൽ പൈശാചികൻ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കിയതുപോലെ ഇപ്പോൾ 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 ഇവിടെ മുട്ടുമടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. ഹല്ലേലൂയ. വാ മുൻപിൽ, വാ മുൻപിൽ, വാ ഇവിടെ. യേശു നിന്നെ തൊടുന്നു. 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 നിന്റെ മേൽ അഗ്നി ഇറങ്ങുന്നു. അശുദ്ധാത്മാവിന്റെ മേൽ അഗ്നി ഇറങ്ങുന്നു. ആമേൻ. ഗദനദേശത്തിൽ പൈശാചികനെ തളർത്തിയ അതേ ശക്തി നിന്റെ മേലിപ്പോൾ ഇറങ്ങുന്നു. The Holy Spirit. ആമേൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വാ. വാ മുൻപിൽ, വാ മുൻപിൽ, വാ മുൻപിൽ, വാ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നിങ്ങൾ അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മേലിരിക്കുന്ന അശുദ്ധികളെല്ലാം ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ദണ്ഡിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ പുറത്തു വരുന്നു. ഭവനത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ ഇതാ പുറത്തു വരുന്നു. ക്രിസ്തുവിനോട് നിലവിളിക്കുക. ഇപ്പോൾ നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ പോകുന്നു. നിന്നെ രക്ഷിക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അഗ്നി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബന്ധനങ്ങളെ നശിപ്പിക്കുന്ന അഗ്നി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വാ. വാ ഇവിടെ. ഹല്ലേലൂയ. 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 മന്ത്രവാദ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. വിളി ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വിളി ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഓ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ജിന്നിന്റെ പ്രയോഗങ്ങൾ ഇത് അഴിയുന്നു. ഹല്ലേലൂയ. 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 നമ്മുടെ ശരീരം അഗ്നിയായി വ്യാപരിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അഗ്നി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഗ്നി വ്യാപരിക്കുന്നു.
ഹല്ലേലൂയ. അശുദ്ധികളുടെ ശക്തികൾ ഇതായി ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അശുദ്ധികളുടെ ശക്തികൾ ഇതാ അഴിഞ്ഞു മാറുന്നു. അശുദ്ധികളുടെ ശക്തികൾ ഇതാ അഴിഞ്ഞു മാറുന്നു. The Holy Spirit, the Holy Spirit. ബന്ധനം യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ആമേൻ. ഏത് വിധമാകുന്ന ശാപമായിരുന്നാലും ഇപ്പോൾ അഴിയും. യേശുവിന്റെ മുൻപിൽ ഒരു ശക്തികൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഏത് മന്ത്രവാദ ശക്തിയാകട്ടെ, ഏത് വിളി ശാപമാകട്ടെ, നിന്റെ ഭവനത്തെ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ശാപത്തിന്റെ ശക്തികളുടെ കെട്ടുകൾ ഇതഴിയുന്നു. The name of Jesus. വായുടെ നീ മുൻപിൽ. ആമേൻ. കർത്താവ് നിന്നെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. കർത്താവ് നിന്നെ തൊട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് തൊടുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദോഷശാപങ്ങൾ മാറട്ടപ്പ. ദോഷശാപങ്ങൾ ഇപ്പോൾ അഴിയുന്നു. ബന്ധന ശക്തികൾ അഴിയട്ടെ, ബന്ധന ശക്തികൾ അഴിയട്ടെ. ബന്ധനം കർത്താവിന്റെ നാമത്തിലൂടെ വരട്ടെ. ബന്ധനം കർത്താവിന്റെ നാമത്തിലൂടെ വരട്ടെ. ആമേൻ. ഇവിടെ വരട്ടെ. ആമേൻ. കർത്താവിന്റെ മുൻപിൽ നീ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ മുൻപിൽ നീ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ ജീവിതത്തിലിരിക്കുന്ന ദോഷങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങണം. ആ കുടുംബത്തെ നശിപ്പിക്കുന്ന ദോഷങ്ങൾ എടുത്ത് പുറത്തിറങ്ങണം. എടുത്ത് പുറത്തിറങ്ങാം. ഇറങ്ങുകൊടുത്ത് പുറകോശത്ത് നിൽക്കുന്ന വീട്ടിൽ നീ കുളിച്ച് പുറത്തു വരുന്നത് വീട് മുഴുവൻ അഗ്നിക്കിരയാകുന്നു. യേശുവിന്റെ നാമത്തിൽ അഗ്നിക്കിരയാകുന്നു. യേശുവിന്റെ നാമത്തിൽ അഗ്നിക്കിരയാകുന്നു. ഹല്ലേലൂയ. ദുഷ്ടപൈശാചിക ശക്തികളോ വീട്ടിൽ പുറത്തു പോകുന്നുണ്ട്. വീട് അഭിഷേകിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ വലിയൊരു അഭിഷേകം. Hallelujah. Hallelujah. അധികാരത്തിന് ശക്തി നീ ഇറക്കിയതിനായി
വിളിച്ചപ്പോൾ ഉത്തരമേറിയതായ യേശുവിന്റെ നാമത്തിൽ, വിളിച്ചപ്പോൾ ഉത്തരമേറിയതായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുതിയ കാറ്റായി വീശട്ടെ, പുതിയ കാറ്റായി വീശട്ടെ, പരിശുദ്ധാത്മാവിനെ ചുറ്റി പുതിയ കാറ്റായി വീശട്ടെ, പരിശുദ്ധാത്മാവിനെ ചുറ്റി ജനങ്ങളെ അഴിക്കുന്നതിനായി ഇപ്പോൾ വ്യാപരിക്കണം. അഴിഞ്ഞു സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. യേശുവിന്റെ നാമത്തില് എല്ലാ ശാപങ്ങളും ഇതഴിയുന്നു. യേശുവിന്റെ നാമത്തില് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ശാപങ്ങൾ അഴിയുന്നു. നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിൽക്കുന്ന ശാപങ്ങൾ അഴിയുന്നു. അനർത്ഥ കെട്ടുകൾ ഇതഴിയുന്നു. അനർത്ഥ കെട്ടുകൾ ഇതഴിയുന്നു. നാശനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെ പുറത്തു പോ. യേശുവിന്റെ നാമത്തിൽ ദോഷശാപ ശക്തികളെ പുറത്തു പോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് കൽപ്പിക്കുന്നു, പുറത്തു പോ. ഇനി ഒരു ശാപവും നമ്മളെ തൊടത്തില്ല. നമ്മുടെ ഭവനം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ.
എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ ഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ, എല്ലാ തോൽവികൾക്കും നാഥാ, നിന്റെ മുഖം കാണാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥാ, നിന്റെ സാന്നിധ്യമറിയാൻ താഴ്വരയിൽ മുള്ളുകളിൽ പരിഞ്ഞിപ്പോ ചോദനയിൽ ചൂളകളിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി നാദാ, സാന്നിധ്യം മതി, സാന്നിധ്യം മതി നാദാ, സാന്നിധ്യം മതി. നൽകപ്പെട്ടതായ കാണിക്കകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന നല്ല യേശുവേ, നൽകപ്പെട്ടതായ കാണിക്കകളെ ഞാൻ അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ. സമൃദ്ധിയും സന്തോഷവും നീ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരസ്യമായി പറയാനുള്ള കാര്യങ്ങൾ കൂടെ നാളെ വൈകുന്നേരത്ത് ഇതേ സമയങ്ങളിൽ തന്നെ ആരാധന നടക്കും. ബൈബിൾ വാങ്ങാൻ കാശ് തരാമെന്ന് പറഞ്ഞവർ തരിക, അതുപോലെ ജനറേറ്റർ വാങ്ങാൻ കാശ് തരാമെന്ന് പറഞ്ഞവർ തരിക. 3-ാം തീയതിയുള്ള നമ്മുടെ അവസാനത്തെ പ്രാർത്ഥനയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ക്രമീകരിക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നാളെ മറ്റന്നാ ദിവസങ്ങളിൽ നമ്മുടെ പ്രെയർ മിനിസ്ട്രിയതായിട്ടുള്ള ഡാൻസ് മത്സരം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഫേസ്ബുക്കിൽ ആമേൻ വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന കുഞ്ഞുകുട്ടികളെല്ലാം ഡാൻസ് പഠിപ്പിച്ച് അല്ലെങ്കിൽ കളിച്ച് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതിയാകും. അതിൽ 1-ാം സമ്മാനം നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്, ബൈബിൾ കൊടുക്കും. അടുത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ അതിൻ്റെ മൊമെൻ്റായി നമ്മൾ കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും എണീച്ചിരിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായിരിക്കുന്ന യേശുവേ, മക്കളുടെ മേൽ നിന്റെ ആത്മാവിൻ്റെ ശക്തിയും ബലവും നീ അയക്കണം. സമാധാനത്തോടുകൂടെ ഭവനത്തിലേക്ക് അയക്കണ്ട. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാന രക്ഷയും നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോ